ഒഴുകി നീങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ചാടി എണീക്കുകയാണ്. ഇവൻ എണീറ്റ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഹീറോയിൻ ഉറക്കത്തിൽ തന്നെ എങ്ങോട്ടേക്കോ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ടാണ് അവൻ കാണുന്നത്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇത് എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവളുടെ പുറകെ തന്നെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് അവൾ ആ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്രീച്ചർ അവിടെ ഇരുന്നിട്ട് വയലിൻ പോലെ എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്നുണ്ടായിരുന്നു. ഇവൻ ഈ ഒരു വയലിൻ വായിക്കുന്ന ശബ്ദം അതിന്റെ ആ ഒരു മാജിക്കൽ പവർ കൊണ്ടാണ് രാജകുമാരി ഇങ്ങോട്ടേക്ക് ഉറക്കത്തിൽ എണീറ്റ് നടന്നു വന്നിട്ടുള്ളത്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീച്ചറിന്റെ അടുത്ത് ഇപ്പൊ ഉറക്കെ വിളിച്ചു പറയാണ് വയലിൻ വായിക്കുന്നത് നിർത്താനായിട്ട്. ഇവന്റെ ശബ്ദം കേട്ടിട്ട് അത് ഒരു നിമിഷത്തേക്ക് ആ ഒരു വയലിൻ വായന നിർത്തിയിട്ട് ഇവനെ തന്നെ നോക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന് ബോധം വരികയാണ്. ഇപ്പോ അവളെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ക്രീച്ചർ ഇവരുടെ മുന്നിലേക്ക് വന്ന് നിന്നിട്ട് പറയാണ് ഇവിടേക്ക് വന്നിട്ടുള്ള ആരും തന്നെ ഇതുവരെ തിരിച്ചു പോയിട്ടുള്ള ചരിത്രമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഇവിടുന്ന് പോകാനായിട്ടുള്ള അനുവാദം ഇല്ല എന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഐഡിയ കത്താണ്. അവനിപ്പോ ആ ഒരു ക്രീച്ചറിനോട് പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ ഒരു മത്സരം വയ്ക്കാം. നീയാണ് ജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നീ പറയുന്നത് പോലെ ഞങ്ങൾ കേട്ടോളാം, അതല്ലെങ്കിൽ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ പോകുന്നു പറയാണ്. ഇപ്പൊ ആ ഒരു ക്രീച്ചറും അതിന് ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ ആ ഒരു വയലിൻ വായിച്ചിട്ട് മത്സരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ക്രീച്ചർ ഇപ്പോ അതിമനോഹരമായിട്ട് ആ ഒരു വയലിൻ വായിക്കുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് കണ്ടു തള്ളി അങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം അത് വായിച്ച് നിർത്തുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയുടെ നേരെ ആ ഒരു വയലിൻ നീട്ടുന്നുണ്ട്. അവനും ആ ഒരു വയലിൻ വാങ്ങിയിട്ട് ഇപ്പൊ പ്ലേ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഹീറോ പ്ലേ ചെയ്യുന്നത് കണ്ടിട്ട് ആ ഒരു ക്രീച്ചർ ആണെന്നുണ്ടെങ്കിൽ അന്തം വിട്ട് അങ്ങനെ നിൽക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ക്രീച്ചർ തോറ്റു എന്നുള്ളത് അത് സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോ അതിന്റെ മുഖത്തേക്ക് തന്നെ ഒരെണ്ണം പൊട്ടിച്ചിട്ട് ആ ഒരു വയലിനും എടുത്ത് ഹീറോയിനെ കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം നടന്നിട്ട് ഇവർ ആ ഒരു ഗുഹയുടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇവർ എത്തിച്ചേർന്നത് ഒരു താഴ്വാരത്തിലായിരുന്നു. ആ ഒരു മലയടിവാരത്തിലായിട്ട് ഒരു ചെറിയ വീടുണ്ടായിരുന്നു. ഈ ഒരു വീടാണ് ഇവർ അന്വേഷിച്ചു വന്നിട്ടുള്ള ആ ഒരു ഗോൾഡൻ കാസിലേക്ക് പോയിട്ടുള്ള ആളുടെ വീട്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മുറ്റത്തായിട്ട് ഒരു അപ്പൂപ്പൻ വിറക് കീറിക്കൊണ്ട് നിൽക്കുകയാണ്. ഇദ്ദേഹത്തിനെ കണ്ടപ്പോ തന്നെ രണ്ടുപേർക്കും നല്ല സന്തോഷമാവുണ്ട്. ഈ ഒരു മുത്തച്ഛൻ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങളല്ലേ ആ ഒരു ഗോൾഡൻ കാസിലേക്ക് പോയിട്ട് മാജിക്കൽ വാട്ടർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആള്?